എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പി എം കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത്തെ ഘടുവെണ്ണം നമ്മൾ ജനുവരി 25-ന് എത്തും എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയും ജനുവരി 25-ാം തീയതി ആ തുക എത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അറിയിപ്പ്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ഒരു വിഷയം നമ്മുടെ PFMസിൽ ഉണ്ടായിരിക്കുന്ന ഒരു ബ്ലോക്കാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഉറപ്പ് പറയാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമുക്കിവിടെ കാണുമ്പോൾ അറിയാം, ജനുവരി 14-ാം തീയതി തൊട്ട് റിക്വസ്റ്റ് വിടാൻ തുടങ്ങിയതാണ് PFMസിനകത്ത്. അപ്പോൾ അത് ബാങ്കിലേക്ക് അതിന്റെ റിക്വസ്റ്റ് പെൻഡിങ് ആയിട്ട് നിൽക്കും. ബാങ്ക് അത് അക്സെപ്റ്റ് ചെയ്ത് പിന്നെ വിതരണത്തിനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആവുകയാണ്. ജനുവരി 14-ാം തീയതി ഈ ഒരു റിക്വസ്റ്റ് നമുക്ക് PFMസിൽ വന്നതാണ്. അത് പ്രകാരം തന്നെയാണ് ഞാൻ ജനുവരി 25 എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ജനുവരി 25 നമുക്കൊരു ഫംഗ്ഷനുള്ള സമയമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. ആ ഒരു സമയത്ത് വിതരണത്തിന് വേണ്ടി തന്നെയാണ് കേന്ദ്രം ഒരുങ്ങി നിന്നത്. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ മാറ്റങ്ങളും നമ്മുടെ പി എം കിസാന്റെ വെബ്സൈറ്റിൽ ഉണ്ടായത്. അപ്പോൾ ഈ ഒരു 14-ാം തീയതി നമുക്ക് PFMസിൽ 2000 രൂപയുടെ റിക്വസ്റ്റ് വന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ വന്ന പ്രകാരമാണ് ഞാൻ ഈ 25 എന്നുള്ള ഡേറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഈ ഒരു PFMസിൽ ഉണ്ടായിരിക്കുന്ന ഒരു ബ്ലോക്ക്, അപ്പം അതിന്റെ അതെല്ലാം റീഫ്രഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് 48 മണിക്കൂറിനുള്ളിൽ അതിന് റീസോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ PFMസിന്റെ അടുത്തൊരു വെബ്സൈറ്റ് ആണ് ഇപ്പോൾ അവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്, വെർഷൻ 1 എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് വഴി ആയിരിക്കും ഇനിയിപ്പോൾ PFMസിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിലുണ്ടായ ഒരു സാങ്കേതിക തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ തുക ഇപ്പോൾ വൈകുന്നത്. എന്തായാലും ജനുവരി മാസം തന്നെ ഉണ്ടാവും. ഈ മാസം അവസാനത്തിനുള്ളിൽ തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഇതുപോലത്തെ റിക്വസ്റ്റുകൾ വിട്ടപ്പോൾ കേന്ദ്രം എന്തായാലും ഈ ഒരു തുക നമുക്ക് നേരത്തെ തരാൻ വേണ്ടി തന്നെയുള്ള തയ്യാറെടുപ്പിലാണ് ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ ആ ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടത് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു തുക ഇപ്പോൾ വൈകുന്നത്. എന്നാലും അധികം താമസങ്ങൾ ഉണ്ടാവില്ല. ഇതിപ്പോൾ 48 മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും അതിനകത്തേക്ക് റിക്വസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കർഷക ID എടുത്തിട്ടുള്ളവർ, പുതുതായിട്ട് അപേക്ഷയായിട്ടുള്ളവർക്കെല്ലാം ഇനിയിപ്പോൾ 10,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. അത് 8,000 രൂപയാണോ 10,000 രൂപയാണോ എന്നൊക്കെ ഇനി നമുക്ക് വഴി അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം നമുക്ക് ഈ മാസം തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നം നേരിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മാത്രമാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ തുക ഇപ്പോൾ വൈകുന്നത്. എന്തായാലും ഈ മാസം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.